ടോക്കിലേക്ക് സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എപ്പിസോഡ് മാത്രമേ വന്നിട്ടുള്ളൂ, നാട്ടിലെ താരങ്ങൾ എന്ന് പറഞ്ഞ ഒരു എപ്പിസോഡ്. ഇപ്പോൾ വീണ്ടും ഞാൻ വർക്കലയിലാണ്, സ്പൈസി ഹോട്ടലിലാണ് ഇരിക്കുന്നത്. എന്നോടൊപ്പം ഉള്ളത് എൻ്റെ പ്രിയ സഹോദരി, എൻ്റെ സ്വന്തം അനുജത്തി, നമ്മുടെ ചന്ദന നായരാണ്. ചന്ദനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം, കാര്യം ചന്ദനെ ഒരു പ്രാങ്ക് ചെയ്തതിൻ്റെ വീഡിയോ നമ്മുടെ പേജിലൊക്കെ ഉണ്ട്. ചന്ദന വെൽക്കം. കാര്യം പറയാൻ കാരണം വേറൊന്നുമല്ല, ഞാൻ ചോദിച്ചു, എൻ്റെ ഒരു പ്രോഗ്രാമാണ് നാട്ടിലെ താരങ്ങളാണ് എന്ന് പറയുമ്പോൾ പ്രാങ്ക് ആണോ എന്ന് ചോദിച്ചു. പ്രാങ്ക് അല്ല, നിന്റെ കുറച്ച് പാട്ടുകൾ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ. സന്തോഷമാണോ? ഉറക്കെ പറയാം. എന്തിനു പേടിയാണ്? പ്രാങ്ക് തരുമോന്നല്ലേ? അത് പോട്ടെ. അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ആഹാരമൊക്കെ ലിമിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു, ശരിയാണോ? കുറച്ച് ഒരാഴ്ച ഉണ്ട്. അപ്പം ചിക്കനൊക്കെ പറ്റത്തില്ല. അപ്പൊ നമ്മൾ പക്ഷെ ഇരിക്കുന്ന എവിടെ? നമ്മളെവിടെ ഇരിക്കുന്നത്? സ്പൈസിൽ വരാറുണ്ടോ? ഇന്നലെയും വന്നു. അപ്പം അറിയോ, റിയാസൊക്കെ അറിയോ? പുള്ളിക്കാരൻ നിങ്ങളുടെ സ്ഥിരം കസ്റ്റമറാ കേട്ടോ. അതല്ലേ? പുള്ളി ഇവിടുത്തെ ക്യാപ്റ്റനാണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പാട്ടിൻ്റെ ഒരു വഴിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കാനും പോകുന്നത്. കാര്യം പുള്ളിക്കാർ നല്ല ഉഗ്രൻ സിംഗറാണ്. ഞങ്ങൾ മാർത്താണ്ഡം സംഗീത ശ്രുതിയിലെ കൊളീഗ്സാണ്. ആങ്കർ, സിംഗറാണ്, ഫീമെയിൽ മലയാളം സിംഗർ. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി അറിയാത്ത ആൾക്കാരുണ്ട് ചന്ദനെ. അപ്പോൾ അറിയിക്കണ്ടേ? അപ്പോൾ ആദ്യം ഒരു പാട്ടിലൂടെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്തെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ് എ റഹ്മാൻ സാറ്. സാറിൻ്റെ രണ്ടൊരു പാട്ട് ലിറിക്സ് നോക്കി പാടിക്കുക, കുഴപ്പമില്ല. ഇപ്പം എല്ലാം ബുക്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏത് പാട്ടാ? ശരി. கண்ணாளனே எனது கண்ணை நேற்றோடு காணவில்லை, என் கண்களை பறித்து கொண்டே இன்னும் பேசவில்லை, ஆளான ஒரு செய்தி அறியாமலே அலைப்பாயும் சித பேரை நானோ, உன் பேரும் என் பேரும் தெரியாமலே உள்ளங்களிடம் மாறும் ஏனோ, வாய் பேசவே வாய்ப்பில்லையே, வலி தீர வழி என்னவோ, கண்ணாளனே எனது கண்ணை நேற்றோடு കാണവില്ലേ. ചന്ദനയുടെ പാട്ട് ഞാൻ എപ്പോഴും നമ്മുടെ കഴിഞ്ഞ വർഷം നമുക്ക് ഉത്സവ പരിപാടിക്കെല്ലാം നമ്മൾ കേട്ടോണ്ടിരുന്നതാണ്. ഇപ്പോൾ അത് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. കാര്യം ഒരു ഓർക്കസ്ട്ര ഇല്ല, ഒരു റൂമിനകത്ത് നമ്മൾ നമ്മുടെ സ്പൈസിയുടെ ബാങ്കറ്റ് ഹാളിനകത്തിരുന്ന് നമ്മളിങ്ങനൊരു പാട്ട്. എങ്ങനെയുണ്ട് റിയാസുക? കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒരു കൈയടി അവിടെ നിന്ന് കൊടുക്കാം. ബാക്കിൽ ബിഹൈൻഡ് ദ ക്യാമറയിൽ ആൾക്കാരുണ്ട്. ക്യാമറ നമ്മുടെ ക്യാപ്റ്റൻ ഇവിടുത്തെ സ്പൈസിയിൽ. ഇനിയിപ്പോൾ പുള്ളിക്കാർ നോക്കി വെച്ചോ കേട്ടോ. കഴിക്കാൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഓരോ പാട്ട് പാടിക്കൊണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ വിചാരിക്കും സ്പൈസിയുടെ പ്രൊമോഷനാണ്, നമുക്ക് സ്പേസ് തന്നെ അവർ. അപ്പോൾ ഈ പാട്ട് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഈ കുട്ടിക്കാലത്ത് നമ്മളൊരു ആഗ്രഹം കാണും. ഞാൻ കേട്ടിട്ടുണ്ട് ചന്ദന ഇപ്പോൾ എയർ ഹോസ്റ്റസ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. കോഴ്സ് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് പാസ്സായില്ലോ എന്ന് എനിക്കറിയത്തില്ല, സർട്ടിഫിക്കറ്റ് നോക്കണം. പാസ്സായോ? എക്സാം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക. അപ്പോൾ ഇതിന് മുമ്പ് എന്തായിരുന്നു ആഗ്രഹം കൊച്ചിലെ? നമ്മളിപ്പോൾ ഓരോ ആഗ്രഹങ്ങൾ പറയുമല്ലോ. അല്ല, പ്ലേബാക്ക് സിംഗർ ആയിരുന്നു ആഗ്രഹം അല്ലേ? സിനിമയിലൊക്കെ ചാൻസ് വന്നിട്ടുണ്ടോ? ആണോ? ആക്ടിനോട് ഇൻട്രസ്റ്റ് ഇല്ല അല്ലേ? കാര്യം അഭിനയിക്കാൻ അറിയില്ല, എല്ലാം ജെന്യൂനായിട്ട് സംസാരിക്കാറുള്ളൂ. അന്നേ ഒന്ന് കരയിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഈ പാട്ടിനോട് ഇത്ര ഇഷ്ടം തോന്നാൻ കാരണം എന്താ? അച്ഛൻ്റെ പേര് സന്തോഷ്. അമ്മ എന്ത് ചെയ്യുന്നത്? ആണോ? അമ്മയൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം, ബാക്കി ചിരിക്കുന്നുണ്ട്. പുള്ളിക്കാരി ടീച്ചറാണ് ഇഷ്ടം പോലെ. അതായത് ചന്ദനെ എവിടെല്ലാം കൊണ്ടുപോകണം അവിടെല്ലാം പുള്ളിക്കാരി രാത്രിയിലായാലും കൂടെ പുള്ളിക്കാരിയാണ് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇപ്പം വീട്ടിൽ ശംഭു അനിയനല്ലേ, അവനെനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം വെച്ചാൽ അച്ഛൻ ഒരു നല്ലൊരു കലാകാരനാണെന്ന് കേട്ടിട്ടുണ്ട്, ഞാൻ അറിഞ്ഞിട്ടുമുണ്ട്. അച്ഛൻ പക്ഷേ പാട്ടല്ല, പക്ഷെ അച്ഛൻ ജതി പാടി തരാറുണ്ട് പല വേദികളിലും അല്ലേ? അതൊരു ഭയങ്കര ഒരു മുഹൂർത്തമാണ് ചില വേദികളിൽ പാടിത്തരുന്ന കാണാനായിട്ട്. അച്ഛൻ തന്നെ ഇങ്ങനെ പറഞ്ഞാണ് ഞാൻ ജതി പാടാം എന്ന് പറഞ്ഞിട്ട് വരുന്നതാണോ? കോമ്പിനേഷൻ അങ്ങനെ ആയതുകൊണ്ടാണോ? കംഫർട്ടബിൾ ആണോ ചന്ദനയ്ക്ക്? ഇത് മൊത്തം ഞാൻ പറയേണ്ട ഒരു അവസ്ഥയാണ്. ചന്ദന ഒന്നും പറയുന്നില്ല. ഇനി പറഞ്ഞില്ലെങ്കിൽ ഞാൻ എണീച്ച് പോകും. സംസാരിക്കണം എന്തെങ്കിലും. അടുത്ത പാട്ടൊക്കെ നമുക്ക് പാട്ട് പാടുമ്പോൾ നല്ല സൗണ്ട് അല്ലേ അനുചേട്ടാ? പാട്ട് പാടുമ്പോൾ സൗണ്ട് ഉണ്ട്. അപ്പം ഈ ഗാനമേളയിലേക്ക് എങ്ങനെയാ വന്നത്? ഞാൻ പ്രൊഫഷണലായിട്ട് ഗാനമേളയ്ക്ക് വന്നിട്ട് ഒരു 5 വർഷമാകത്തേ ഉള്ളൂ. ജോസ് കോയിൽ. ആ, ഇപ്പൊ ഏത് ട്രൂപ്പിലാണ് ചെയ്തോണ്ടിരിക്കുന്നത്? മാർത്താണ്ഡം സംഗീത സ്കൂൾ. നമ്മുടെ ഓൺ ടീമിലല്ലേ?
ഇനി ഇനി ഈ കഴിഞ്ഞ കൊറോണ സമയത്ത് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. ചന്ദന ആ സമയം എങ്ങനെയാണ് സമയങ്ങൾ പോയിക്കൊണ്ടിരുന്നത്? അതായത് നേരം പോക്ക് എങ്ങനെയായിരുന്നു? ഞാനൊരു സമുദ്രതീരം എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് വന്നു. അപ്പൊ അവിടെ അതെവിടെ അത് കല്ലുവാതുക്കൽ. കല്ലുവാതുക്കല്ല. അപ്പൊ അവിടെ കൊച്ചിന് ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു. ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നല്ലേ? ക്ലാസ് എടുത്തു. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ എങ്ങനെ കുട്ടികൾക്കുള്ള സമയത്ത് നമ്മൾ ഈ കുട്ടികൾക്ക് പാട്ട് പറഞ്ഞു കൊടുക്കുമ്പം വേറൊരു ഫീലാണ് അല്ലേ? നമ്മൾ ഗാനമേളയ്ക്ക് പാടുന്നതോ അല്ലെ സ്റ്റേജിൽ പാടുന്ന പോലെ അല്ല. ആ ഫീൽ എങ്ങനെയുണ്ട്? അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമായിരിക്കും. ഈ സമുദ്രതീരം എന്ന് പറയുന്നത് ഓർഫനേജ് ആണല്ലേ? അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് പോയി ചെയ്ത് കൊടുക്കുന്നത്. ഈ ആ സമയത്ത് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒരിക്കലും കിട്ടിയിട്ടില്ലല്ലേ? ഇപ്പം എത്ര വേദികളായി മൊത്തം? ഒരുപാട്, എണ്ണത്തിലധികമായി, കൂട്ടാൻ പറ്റുന്നില്ല. എങ്കിലും ഒരു 1000 വേദി ആയിക്കാണോ ഈ സ്റ്റാർട്ടിങ് തൊട്ടാണ് വെച്ചത്? അതായത് ചെറുതും വലുതുമായിട്ടുള്ള 1000 വേദികളായിട്ടുണ്ടോ? ഈ തലയാട്ടാനാണെന്ന് മാത്രമല്ല, എന്തെങ്കിലും പറയണം കേട്ടോ. ചുമ്മാ ഇങ്ങനെ തലയാട്ടിയിട്ട് കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ പറയണം. കട്ട് ചെയ്യത്തില്ല, അതൊക്കെ കട്ട് ചെയ്യത്തില്ല. പിന്നെ അതുപോലെ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇഷ്ടപ്പെട്ട ഗായിക? ചിത്രാമ്മ. അതുപോലെ തന്നെ ചിത്രാമ്മ കഴിഞ്ഞിട്ട്, അതായത് മെയിൽ സിംഗേഴ്സിൽ അത് അങ്ങനെ ഒരു വ്യത്യാസമാണ്. പുള്ളി ഒരു മ്യൂസിക് ഡയറക്ടറാണ്, സിംഗർ ആണെന്ന് അറിയാം. പക്ഷെ എങ്കിൽ പോലും പുള്ളിയുടെ പാട്ട് പാടാൻ ഭയങ്കര പ്രയാസമല്ലേ? എല്ലാവർക്കും പാടാൻ പറ്റത്തില്ല. ശ്രീരാഗമോ ചെയ്തു വെച്ചിരിക്കുന്ന അങ്ങനെയല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് ശ്രീരാഗമോ തന്നെ രണ്ടുപേരും പാടാം. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ, സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം. ഈ നമ്മളിൽ നിൻ മൗനമോ ഭൂമാനമായി, നിൻരാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലർ കന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. അടിപൊളി. ട്രൈ ചെയ്ത് നോക്കിയതാണ്. എല്ലാം ട്രൈ ചെയ്യുന്നേ പറയത്തുള്ളൂ. പക്ഷേ ശരസാറിന്റെ പാട്ടൊക്കെ അല്ലേ? ശരസാറിന്റെ പാട്ടൊക്കെ പാടാൻ ഭയങ്കര പ്രയാസമുള്ള പാട്ടല്ലേ? ശരസാറിന്റെ വേറെ ഏത് പാട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്? അതൊന്ന് രണ്ടുപേര് ഇഷ്ടമാണ്. ഈ ചന്ദനെ കുറിച്ച് പറയാനാണെങ്കിൽ ചന്ദന ഭയങ്കര ആഹാരത്തിനോട് ഇഷ്ടം, അത് ഇഷ്ടം തോന്നുന്ന ആൾക്ക് പല കാര്യങ്ങൾക്ക് ഇഷ്ടം കാണും. അതെനിക്കറിയാവുന്നതാണ്. ഇപ്പം എങ്ങനെയാണ്? ഞാൻ അറിഞ്ഞു ഡയറ്റ് ആണെന്ന് അറിഞ്ഞു. ആണോ? സത്യമാണോ? ഡയറ്റായി അല്ലേ? അപ്പോൾ ഈ ഡയറ്റ് എന്ന് പറയുമ്പോൾ കാര്യം എനിക്ക് അറിയുന്നൊരു വ്യക്തിയാണ്. ഒരുമിച്ചാണ് വന്നത്. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് പുള്ളിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത്. ഞാൻ പുള്ളിയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താം, ഈ ഫ്രെയിമിൽ കൊണ്ടുവരാം. പുള്ളി പാട്ടുകാരനാണ്. പുള്ളിയും കൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ആരാന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടുത്തണ്ടേ? അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടുത്താം പുള്ളിയും കൂടെ ഒന്ന്. ഇപ്പോൾ ചന്ദന ഡയറ്റ് തുടങ്ങിയെന്ന് അറിഞ്ഞ് പുള്ളി എൻ്റെ സുഹൃത്താണ് കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞു എനിക്ക് അറിയില്ലാന്ന്. പുള്ളി എനിക്കറിയാം. പേരെന്ന് പറഞ്ഞു? എൻ്റെ പേര് ശിവകുമാർ. പറഞ്ഞു. സ്വദേശം കരുനാഗപ്പള്ളി. ഞാനിപ്പോൾ ഒരു ന്യൂട്രീഷൻ വെൽനസ് കോച്ചാണ്. ന്യൂട്രീഷൻ്റെ പുള്ളിക്കാരിയായിട്ട് എങ്ങനെ ബന്ധം? പുള്ളിക്കാരത്തിയായിട്ട് ഇപ്പം അനീഷ് മുഖേനയാണ് പുള്ളിക്കാരത്തെ പരിചയപ്പെടുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ ഗാനമേളയ്ക്ക് പാടി അങ്ങനെ കൂടുതലും. വേറൊന്നുമില്ല, പുള്ളി ടെൻഷനാണ്. ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തേ. കാര്യം ഒന്ന് തടി കുറയ്ക്കണം എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് ചന്ദനയ്ക്കല്ല അമ്മയ്ക്കാണ് വന്നത്. കാര്യം ചന്ദനയുടെ പോകാൻ കഴിഞ്ഞിട്ടില്ല, അതും കൂടെ നോട്ട് ചെയ്തോളൂ. ആർക്കെങ്കിലും അപ്ലിക്കേഷൻ കൊടുക്കേണ്ടവർക്ക് ഒരു സുമുഖനും സുന്ദരനുമായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെയാണ് ഞങ്ങൾ നോക്കുന്നത്. പോരെ? അത്രയും പോരെ? പോരെ? വയസ്സൊന്നും ഞാൻ പറയുന്നില്ല, വയസ്സ് കൊച്ചുകുട്ടിയാണ് ആള്. അപ്പോൾ ഈ മണ്ടത്തരങ്ങൾ പറയുമെങ്കിലും ആള് കൊച്ചുകുട്ടിയാണ്. അപ്പോൾ അത് വയസ്സും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇട്ടോളൂ, ആളുടെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ തരാം. അമ്മയുടെ നമ്പർ അച്ഛൻ നമ്പർ ഞാൻ തരാം. കൊടുക്കണ്ടേ? ഒരു കല്യാണത്തിന് കൂടെ ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നിങ്ങളിപ്പം കുറേ വർഷമായി നമ്മൾ കണ്ടിട്ട്. നിങ്ങൾ ഭയങ്കരമായിട്ട് വണ്ണം കുറഞ്ഞു, തടി കുറഞ്ഞു, നല്ല സ്ലിം ബോഡി ആയിട്ടൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പം എന്താ പ്രോഗ്രാം എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഇതിനു മുമ്പ് ഓട്ടോമൊബൈൽ ഫീൽഡിലായിരുന്നു 20 വർഷമായിട്ട്. അപ്പം വൈഫിൻ്റെ ഒരു വണ്ണം കുറയ്ക്കുന്നതിൽ ആ ഒരു ഇതുമായിട്ടാണ് ന്യൂട്രീഷൻ ക്ലബ്ബുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പം അത് അവിടെ ചെന്നതിന് ശേഷം എനിക്കും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ ഫാറ്റ് കൂടുതലാണ്. എനിക്ക് അധികം എക്സസ് വെയിറ്റ് ഇല്ലായിരുന്നു, എങ്കിൽ പോലും നോർമലിനെ കാട്ടി കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ ആ ഫാറ്റ് എല്ലാം കുറച്ച് പറഞ്ഞില്ലല്ലോ പുള്ളി. ഞാൻ പരിചയപ്പെടുത്താം, അവരുടെ പ്രോഡക്റ്റ് വിൽക്കാനല്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, പിന്നെ നമ്മൾ സൗണ്ട് കണ്ടേ വെളിയിൽ ആളുണ്ട്. പുള്ളി ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയതേ ഉള്ളൂ.
നിങ്ങൾ മാറി നിന്നിട്ടാണ് ചെയ്യുന്നത്. അല്ല സ്പൈസിയുടെ അത് ഓക്കെ നിങ്ങളുടെ അത് കൂടെ തന്നെ ഉണ്ട്. പക്ഷെ പുള്ളിയെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയുള്ള അതിലിപ്പോൾ എന്താ ബ്രോ, അത് എല്ലാ ചെറുപ്പക്കാരല്ലേ. ഷോപ്പിൽ സ്പൈസിൽ വന്നിട്ട് വേറെ പുറത്തുള്ള ഫുഡിന്റെ പ്രോഡക്റ്റ് അങ്ങനെ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ട്. ഇത് ഫുഡ് ചിക്കനോ മട്ടനോ അല്ല അല്ലല്ല അങ്ങനൊന്നുമല്ല, ചിക്കൻ ഫുഡൊന്നുമല്ല. അയ്യോ അങ്ങനൊന്നുമില്ല, ഞാൻ വെൽനസ് കോച്ചാണ്. ചെറിയൊരു എന്താ പറയുക ഷേക്കും കാര്യങ്ങളൊക്കെയാണ്. ന്യൂട്രീഷൻ ഫുഡാണ് അത്, പോഷകാഹാരം. ഇദ്ദേഹത്തിന് ആർക്കൊണ്ടെങ്കിലും കഴിക്കാം പോഷകാഹാരം, അത് ന്യൂട്രീഷൻ ഫുഡാണ്. അപ്പോൾ അത് പുള്ളിക്കാരത്തി അങ്ങനെ വന്ന് പുള്ളിക്കാരത്തി ഇപ്പം കുറച്ചുകൂടി സ്ലിം ആയതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രോബ്ലമല്ല, ജസ്റ്റ് നമ്മുടെ ഇംപ്ലത്തിന് പോലെ വേറൊരു പ്രോഡക്റ്റിനെ കുറിച്ച് അങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതെ ശരി. പക്ഷെ നിങ്ങളുടെ സംസാരം കേട്ടപ്പോൾ വിചാരിച്ചു ഇല്ല അത് അല്ല, അത് ഞാനത് ശരി വെക്കുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഡ്യൂട്ടിയാണ് പുള്ളി ചെയ്തത്. കാര്യം പറയട്ടെ, ഇത് നമ്മളൊക്കെ അറിയാവുന്ന ഒരു ഹോട്ടലാണ്, എല്ലാവർക്കും അറിയാം, സ്പൈസി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഇവിടെ വെച്ച് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പ്രോഡക്റ്റ് നമ്മുടെ നിങ്ങളുടെ ഈ ബോർഡ് തന്നെയല്ല നമ്മൾ ഇതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് എന്താണ് പ്രശ്നം? അല്ല, അത് വേറെ പുറത്ത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എന്തിനായിട്ടാണ് ആ പേരൊക്കെ പറയാൻ പോയത്? ഏതാണ്? ഞാൻ വിചാരിച്ചു നിങ്ങളത് പേര് പറയത്തില്ല വിചാരിച്ചു, കോമൺ ആയിട്ട് നമ്മളത് പറയത്തില്ല വിചാരിച്ചു. അല്ല, ന്യൂട്രീഷൻ ഫുഡ് അത്രയല്ലേ ഉള്ളൂ, അല്ലാതെ അതിനകത്ത് ഞാൻ ഞങ്ങളുടെ കമ്പനിയുടെ പേരൊന്നും ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടില്ല. ന്യൂട്രീഷൻ ഫുഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയത്തില്ല, നിങ്ങൾ എല്ലാവർക്കും അറിയത്തില്ല. അത് പിന്നെ പുള്ളിയുടെ നിങ്ങളത് പറയാൻ പാടില്ലായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എന്നോട് നിങ്ങൾ വന്നപ്പോൾ പുള്ളിക്ക് ഒരു വിഷമം പോലെ ഉണ്ട്. എന്നോട് പറഞ്ഞ രണ്ടുപേരേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടുപേരേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞ. ചന്ദനയും അമ്മയോ നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞത്. ഞാനിവിടെ പറഞ്ഞ അങ്ങനെ. പിന്നെയാണ് പുള്ളി ഉണ്ടെന്ന് എന്നോട് പറഞ്ഞില്ലേ വരുന്നത്. പുള്ളിക്കാരത്തി സ്ലിം ആയതിന്റെ കാര്യം ചോദിച്ചു. അപ്പം ഞാൻ എന്താ ചെയ്തോണ്ടിരുന്നത് അറിയാതെ ഒരു ചെറിയൊരു അല്ല വേറെ കാര്യമുണ്ട്. നിങ്ങൾക്ക് ഞാൻ അല്ലാതെ ഒരു പ്രൊമോഷൻ ചെയ്തു തന്നേനെ. ഇതിപ്പം ഈ പറയുന്ന പോലെ നിങ്ങൾ അല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പം എന്താ വേണ്ടേ? പുള്ളി ഇപ്പം എന്തായാലും ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റുമോ? അങ്ങനെയൊന്നും അല്ല രണ്ടുപേരേ ഉള്ളൂ. അല്ല എനിക്ക് നിങ്ങളുടെ ഫേസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് എന്തോ ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്തു. അല്ല ഷോപ്പിന്റെ മാത്രമല്ല ഇവർ വന്നപ്പോൾ എന്തോ ഒരു ഫീൽ ചെയ്തു. കാര്യം രണ്ടുപേരെന്ന് പറഞ്ഞപ്പോൾ ഫുഡ് അധികം കൊടുക്കണമെന്ന് വെച്ചാൽ അവർ ന്യൂട്രീഷൻ കഴിക്കുന്നവർ അവർക്ക് ഫുഡിന്റെ ആവശ്യമില്ല. ഞങ്ങൾ കഴിക്കാറില്ല രാത്രി, ന്യൂട്രീഷൻ ഷേക്ക് മാത്രമേ കഴിക്കാറില്ല. അത് വണ്ടിക്കകത്ത് ഇരിപ്പോണ്ട് വിട്ടുതരും, നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ഞങ്ങളത് വെൽനസ് കോച്ചുകളാണ്, നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കൂടെ പ്രൊമോഷൻ പറയുമ്പോൾ ഇനി പുള്ളിക്ക് ഇനിയും എന്തെങ്കിലും അത് പുള്ളിയുടെ ഡ്യൂട്ടി പറഞ്ഞു, അത്രേ ഉള്ളൂ. എൻ്റെ അടുത്ത് ചോദിച്ചതിനിപ്പോൾ ചന്ദന എന്താണ് ഇത്രയും സ്ലിം ആയെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളുടെ ന്യൂട്രീഷൻ ഫുഡ് കൂടെ കഴിച്ചിട്ടാണ് പുള്ളിക്കാരി. സ്ലിം ആയിട്ടില്ല, അല്ല ഇതിനെക്കാട്ടി കുറച്ചും കൂടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസം കൊണ്ടുള്ള റിസൾട്ടാണ്. സ്ലിം ആയിട്ടില്ല, ആവുമ്പോഴല്ലേ നമ്മൾ ആവുമെന്ന് പറയുന്നത്. ആയിട്ടില്ലല്ലോ കുറച്ച്. പക്ഷെ അതല്ല ചേട്ടാ, എനിക്കൊരു ഇൻസൾട്ടിങ് ആയി. കാര്യം എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചത് നിങ്ങൾ ഇതിനകത്ത് കയറി വരത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. ഹാളിനകത്ത് കയറി വരത്തില്ലെന്നാണ് വിചാരിച്ചത്. പുറത്ത് നിൽക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. പുറത്ത് ഞാൻ എങ്ങനെ പറയുന്നത്, പുറത്തിറങ്ങി നിൽക്കാൻ പറയാൻ പറ്റുമോ? ഇല്ല കുഴപ്പമില്ല, അത് നമുക്കത് മനസ്സിലാവുമല്ലോ. ആൻറ്റിക്ക് അറിയാലോ ആൻറ്റി. ഞാൻ എന്തോരം ചോദിച്ചേ? രണ്ടുപേരെന്നല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങളെ എനിക്കിത് മനസ്സിലാവുന്നുണ്ട്. കേട്ടില്ല. അല്ല ഞങ്ങൾ ഫൈൻഡപ്പ് ചെയ്യാം. കാര്യം ഇനിയിപ്പോൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാൻ ചേട്ടാ, കുഴപ്പമില്ല. പിന്നെന്താ? അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇത്രയും കൂളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ചിരിച്ചോണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ചേട്ടാ ഇത് എന്റെ പേജിൽ ചെയ്യുന്നതാണ്, മനസ്സിലായോ? അപ്പൊ ഞാൻ നിങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങളെ ഞാൻ വിളിച്ചോ? അല്ല ഞാൻ ചിരിക്കാനല്ല, ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ വിളിച്ചോ ചന്ദ്രൻ? ഇയാളെന്തോടെ ക്യാമറ എല്ലാം അവിടെ പരത്തിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ കട്ട് ചെയ്യാൻ പറഞ്ഞില്ലേ ചേട്ടാ? ഇത് നിങ്ങൾക്ക് പൈസ പിടിച്ചാലും കാശ് ഞാൻ തരാം. മാനേജ് ഉണ്ട്, ഓണറുണ്ട്. അത് പറയാൻ നിൽക്കണ്ട, ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ അറിയാം. അല്ലെന്നുണ്ടെങ്കിൽ അത് വേറൊരു രീതിയിലേക്ക് മാറും. അത് മനസ്സിലായോ? അത് ഇനിയിപ്പോൾ ഇത് പറഞ്ഞിട്ട് ഇനി അവസാനം എനിക്ക് അങ്ങനെ അദ്ദേഹമായിട്ടുള്ള ഒരു ചെറിയൊരു ബന്ധമുണ്ട്. അത് കുഴപ്പമില്ല, നിങ്ങൾ വിഷമിക്കണ്ട. നമുക്ക് കട്ട് ചെയ്യണം, നമുക്ക് വേറെ നോക്കാം. അതല്ല വേറെ വഴിയില്ല. അല്ല പിന്നെ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നു. അപ്പം എൻ്റെ ക്രെഡിബിലിറ്റി എന്തായി? ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചു, എൻ്റെ ക്രെഡിബിലിറ്റി എന്താ? ചേട്ടാ നിങ്ങൾ കട്ട് ചെയ്യും, ക്യാമറ കട്ട് ചെയ്യും. എൻ്റെ ക്രെഡിബിലിറ്റി എന്തായി? ഞാൻ അവിടെ ചോദിക്കട്ടെ, ആ ഫോണൊന്ന് നോക്കിക്കോ. ഇത്ര നേരം നോക്കിക്കൊണ്ടിരുന്നില്ലേ, എടുത്തോണ്ടിരുന്നില്ലേ? മെമ്മറി ഫുള്ളായി എൻ്റെ വീഡിയോ എടുത്തിട്ട് അതൊന്ന് ഫുള്ളാക്കി. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇനി വന്നേ. അല്ല ഇങ്ങ് വാ.
അല്ല ഞാനത് അങ്ങോട്ട് വരാം. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ആ വേറെ ഒരു ഷോപ്പിൽ കയറിയിട്ട് പുള്ളിയുടെ പ്രോഡക്റ്റ് പറഞ്ഞാൽ ശരിയാണോ? റെക്കോർഡിംഗ് ആണോ അത്? നിങ്ങൾക്ക് എത്ര റെക്കോർഡ് ചെയ്യുന്നത്? എൻ്റെ പേജിലിടാതെ ഞാൻ ഇതൊന്നും ഇടത്തില്ല. ശരി, അത് ചേട്ടാ ലൈറ്റ് ഓഫ് ചെയ്തോട്ടോ, കുഴപ്പമില്ല. സോറി ചന്ദന, നീയാണ് ചിന്തിക്കേണ്ട, നീയായിരുന്നു കൊണ്ടുവരുന്ന ഒരാളെ. അങ്ങനെ അല്ല ഇത് ഞാൻ പറയട്ടെ, ഇത് പ്രാങ്ക് അല്ല, ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞതാ. നീ എന്തിനാ ചിരിക്കുന്നത്? അല്ല ഞാൻ ചോദിക്കട്ടെ, എന്തിനാ ചന്ദന ചിരിക്കുന്നത്? ചന്ദനയല്ലേ കൊണ്ടുവന്നത് അവരെ വണ്ടിക്കകത്ത്? ചന്ദന വിചാരിക്കും ഞാൻ എൻ്റെ പേജിനകത്ത് ഈ പിന്നെ വെഞ്ഞാറമൂട് കിടക്കുന്ന ഒരു ക്യാമറാവിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് എനിക്ക് ഇത് ചെയ്യേണ്ട കാര്യമില്ല. ഒരുമിച്ച് വരുന്ന വിചാരിച്ച് അകത്തോട്ട് കയറ്റി കൊണ്ടുവന്ന എന്തിനാ? അല്ല ചന്ദന എന്താ കളിയാക്കുവാണോ? ചിരിച്ചോണ്ട് കളിയാക്കുവാണോ? അല്ല, ഞാൻ കളിയാക്കിയൊന്നുമല്ല. ദിസ് ഈസ് നോട്ട് ഫെയർ. ഓക്കെ, ഇത് ശരിയായിട്ടുള്ള ഗെയിം അല്ല. അവിടെ എന്തോ പുള്ളിക്കാരി എന്തോ പറയുന്നത്? അതെന്തോ അങ്ങനെ പറയുന്ന കാര്യം എന്തോ മിണ്ടണ്ടെന്ന് പറയാൻ എന്തോ? അതല്ല ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ കുറേ നാളത്തെ പരിചയം, പക്ഷെ ഞാൻ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യല്ല, പക്ഷെ പുള്ളി എന്നെ നിങ്ങളുടെ മുമ്പ് വെച്ചാൽ ഇൻസൾട്ട് ചെയ്തത്. ചന്ദനയ്ക്കൊന്നും പറയില്ല. ഇനിയിപ്പോൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. കാര്യം എന്തായാലും അവർ ചെയ്യാൻ പറഞ്ഞ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം, അല്ലാതെ വേറെ എന്താ വഴി? എന്താ ചെയ്തിട്ട് പോ എന്തായാലും. അതിപ്പോ എന്താ വേണ്ട ഇനി? അതല്ലേ നല്ലത്, ഞാൻ പോവാം. എന്തായാലും വീഡിയോ എടുത്തിട്ടോ, കുഴപ്പമില്ല. എന്താ വേണ്ടത്? ഇത് ഞാൻ സീരിയസ്ലി പറയുകയാണ്, ഇത് പ്രാങ്ക് അല്ല. അല്ല പിന്നെ എന്തിനാണ് ചന്ദന എന്തിനാണ് ഞാൻ ഓട്ടോയിൽ വരാൻ പറഞ്ഞതാണോ? ചന്ദന എത്ര മണിക്കാ വന്നത്? എത്ര മണിക്കാ വന്നത് ചന്ദന? അത് പറ. 6 മണിക്ക് വരാൻ പറഞ്ഞതാണോ? എക്സ്ക്യൂസ് മീ, 6 മണിക്ക് വരാൻ പറഞ്ഞതാണോ? 6 മണിക്ക് വരാൻ പറഞ്ഞതാണോ ഞാൻ? എന്നിട്ട് എത്ര മണിക്കാ വന്നേ? 6 മണി കഴിഞ്ഞായിരുന്നു. നിങ്ങൾ എത്ര മണിക്കാ വന്നേ? 6:45 നിങ്ങളെ വെയിറ്റ് ചെയ്തിട്ടാണ് അവർ ലേറ്റ് ആയെന്ന് പറഞ്ഞ്. എനിക്കറിയത്തില്ല. ഇപ്പം ഈ പറയുന്ന പോലെ അവരെ നമ്മൾ തന്നിരിക്കുന്ന 1 മണിക്കൂർ സമയമല്ലേ? 1 മണിക്കൂർ സമയമല്ലേ തന്നിരിക്കുന്നത്? ഫുഡ് എടുത്താ? ഫുഡ് റെഡിയാണോ? ഫുഡ് എക്സ്പ്ലോർ ചെയ്യണോ? സുല്ലേട്ട ഉണ്ടോ? ഉണ്ടോ? എന്താണ്, സുഖമാണോ ബ്രോ? സുഖമായിട്ടിരിക്കുന്നോ? എന്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ ചെയ്തോണ്ടിരുന്നപ്പോൾ മറ്റേ റിയാസ് നിങ്ങളുടെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ്റെ വായന 1-2 വാക്കുകൾ വീണ് ന്യൂട്രീഷന്റെ. നമ്മള് ഫുഡിന്റെ എംബ്ലത്തിനടുത്ത് വന്ന് നമ്മള് ഷോപ്പിൽ വന്നിട്ട് വേറൊരു ഫുഡിനെ കുറിച്ച് അത് ഫുഡാണോ? അത് ന്യൂട്രീഷൻ ഫുഡാണ്. അത് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മള് ചിക്കനോ മട്ടനോ ഒന്നും അല്ലല്ലോ. അത് ഷേക്ക്. നമ്മൾ അതിപ്പോ ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു എന്താണ് പുള്ളിയുടെ ജോലി എന്താന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ DYSP ആയിരിക്കും, നിങ്ങൾ കോൺസ്റ്റബിൾ ആയിരിക്കും. ഞാൻ ചോദിക്കും നിങ്ങൾ എവിടെയാന്ന് ചോദിക്കാൻ എനിക്ക് അറിയത്തില്ല. പോലീസിലാന്ന് പറഞ്ഞാൽ ഞാൻ കുറ്റം പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾ പട്ടാളത്തിലാണ്, ഞാൻ വേറെ രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറയാതിരിക്കാൻ പറ്റുമോ? പുള്ളി പറയുന്നത് പറയാൻ പറ്റത്തില്ല. പുള്ളിയുടെ അടുത്ത് പറഞ്ഞ് സംസാരിച്ചു. ഇത് അവരെല്ലാം കേട്ടോണ്ടിരിക്കും അല്ലേ? കറക്റ്റ് അല്ലേ? അവരെല്ലാം കേട്ടോണ്ടിരിക്കുക. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചല്ലേ, എന്താ ചോദിച്ചത്? ഇവിടെ വാ. ഞാൻ എന്താ ചോദിച്ചത് നിങ്ങളുടെ അടുത്ത്? ആദ്യം വന്ന ആരെ? സുല്ലേട്ടനാണോ ചോദിച്ചത്? ആണ്. സുല്ലേട്ടൻ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ, എന്താണ് ഡീറ്റെയിലും ചോദിക്കണം ആദ്യം. ഇപ്പൊ ഇഷ്യൂ ആയല്ലോ. ഇപ്പൊ എനിക്കാണ് നാണക്കേടായത്. എന്നെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടില്ലായിരിക്കാം, ഓക്കെ. പക്ഷെ എന്നെ അറിയാവുന്ന ആൾക്കാരുണ്ട്. ബ്രോയ്ക്ക് എന്നെ നല്ലപോലെ അറിയാം. എന്നെ അദ്ദേഹത്തിന് റിയാസിന് എന്നെ അറിയത്തില്ല. അല്ല നിങ്ങളുടെ പുള്ളിക്കാരിയുടെ അടുത്ത് എന്താ എന്നെ അസിസ്റ്റ് ചെയ്യുന്നല്ലേ പറഞ്ഞു? ഇവിടെ കാണുന്നല്ലേ പറഞ്ഞു? നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. ഇയാൾ പയ്യെ സൗണ്ട് താത്ത് സംസാരിക്കും. പയ്യെ സംസാരിക്കും. അത് വലിയായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇയാളുടെ സ്ഥലം എവിടെ? വർക്കലക്കാരില്ലെങ്കിലും ഇച്ചിരി ഷൗട്ട് ചെയ്യുന്ന ആൾക്കാരെ കൂട്ടത്തില്ല. ഞാൻ കൊട്ടാരക്കരക്കാരനാണ്. വർക്കലയെല്ലാം എല്ലാ കൂട്ടാരെ എനിക്കറിയാം. പക്ഷെ വർക്കല ഉള്ള കാര്യം പറയാലോ. ഇപ്പൊ തന്നെ സംസാരിച്ചിട്ടുണ്ടോ? എന്തോ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഇച്ചിരി അധികപ്പെട്ടായിട്ട് സംസാരം കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഇച്ചിരി ഷൗട്ട് ചെയ്ത് സംസാരിച്ചോ ഫീൽ ചെയ്യുന്നുണ്ടോ?
നിങ്ങൾ വാതറ, നിങ്ങൾ ആരും ഒന്നും പറയത്തില്ല. അങ്ങനെയുള്ള പേടിയൊന്നും ഇല്ലല്ലോ. നിങ്ങൾ വാതറ. പിന്നെല്ലാം ഇതിനെല്ലാം കാരണം നീയാ. നീ ഒറ്റ എന്തിനാണ് ആവശ്യമില്ലാതെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു സിംഗർ വരുന്നുണ്ട്, നിങ്ങൾ എന്നോടൊന്നും ചോദിച്ചില്ല. ഷൂട്ട് അങ്ങനല്ലേ പറഞ്ഞത്? പേരെന്തോ? ശ്രീനിധി. ശ്രീരാഗമോ? ശ്രീനിധി. ശ്രീനിധി. ആ ശ്രീനിധി. ശ്രീനിധിയുടെ വീട് എവിടാ? എവിടെ? പോസ്റ്റ് ഓഫീസിലോ? അപ്പുറത്ത് പോസ്റ്റ് ഓഫീസ് അല്ലയോ? അല്ല, ഈ ട്രെൻഡ്സിന്റെ അടുത്ത് തന്നെ. അത് പറ, അന്നത് കാര്യം പറ. ഇയാളെ ചൂടാവേണ്ട കാര്യം എന്റെ അടുത്ത് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഇങ്ങനെയാണ് ഒരാളോട് സംസാരിക്കുന്നത്? ഇതിപ്പോ മൊത്തത്തിൽ പ്രശ്നമല്ലോ. നിങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നത്, നിങ്ങളെന്താ സംസാരിക്കും? നിങ്ങളിവിടുത്തെ ക്യാപ്റ്റൻ അല്ലേ? ഇവിടുത്തെ സ്റ്റാഫ് അല്ലേ അത്? അല്ല, ഇവിടുത്തെ സ്റ്റാഫ് അല്ലേ? അല്ലെ, ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയാണോ? നിങ്ങളെല്ലാം കേട്ടോണ്ട് ഞാൻ എന്തോ മോശമായിട്ടാണ്. ഞാൻ ഇവിടെ വന്നൊരു പ്രോഡക്റ്റിന്റെ കാര്യം പുള്ളിയെടുത്ത് വെച്ച് പുള്ളി പറയുന്നത് നിങ്ങൾ പറയാൻ പറ്റത്തില്ല പറഞ്ഞു. ഓക്കെ, അവിടെ വിട്ടു. പക്ഷേ ഇവിടെ നമുക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡ് എക്സ്പ്ലോർ ഇവിടെ കൊണ്ടുവച്ചിട്ടില്ല. പുള്ളിക്കാരിയാണ് നമ്മളോട് നിൽക്കുമെന്ന് പറഞ്ഞത്. ആണല്ലോ, ശ്രീനിധിയാണ് നിൽക്കുമെന്ന് പറയുന്നത്. ശ്രീനിധി നിന്നില്ല. ഞാൻ എത്ര അവിടെ നിങ്ങളടുത്ത് പറഞ്ഞു ആളുണ്ടോ ചോദിച്ചില്ല. എന്നിട്ട് ബ്രോയെ ഞാനാ വിളിച്ചു, വെളിയിൽ നിന്നപ്പോൾ ഞാനേ വിളിച്ചു വരുത്തിയത്. ആണോ? അതുകൊണ്ട് നിങ്ങൾ ഓണറൊക്കെ വെളിയിൽ നോക്കുന്നത് അന്നേരമല്ലേ ഞാൻ വരാൻ പറഞ്ഞത്. ഇത് വളരെ മോശമാണ് ഇങ്ങനെ സംസാരിക്കരുത്. കാരണം നമ്മൾ പയ്യെ സംസാരിച്ചത്. നിങ്ങളുടെ വാ വലുതായോണ്ടാണ്, വലിയ ഒച്ചത്തിൽ സംസാരിച്ചോണ്ടാണ് ഇപ്പം ഞാൻ തിരിച്ച് സംസാരിക്കേണ്ടി വന്നത്. ഇപ്പൊ എത്ര വയസ്സുണ്ട്? 20 വയസ്സ്. 20 വയസ്സിന്റെ ചോരത്തിളപ്പ് അല്ല, വേറൊന്നുമല്ല. സാധാരണ ആൺപിള്ളേർക്കാണ് ഈ ചോരത്തിളപ്പ് വരുന്നത്. ഇപ്പൊ പെൺപിള്ളേർക്ക് എത്ര ചോരത്തിളപ്പ് പാടുണ്ടോ? അതാ പറഞ്ഞത്. ഇതൊക്കെയാണ് സംസാരങ്ങൾ വരുന്നത്. ഞാൻ മാന്യതയോടെ എന്തെങ്കിലും സംസാരിച്ചു? മോശമായിട്ട് എന്തെങ്കിലും സംസാരിച്ചപ്പോൾ അല്ല പുള്ളിക്കാരിയുടെ സംസാരം കേട്ടില്ല. അല്ല, ഒന്ന് ഇദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്ത് എന്റെ കൈ നേരെ ഇട്. കൈ ഇങ്ങനെ കെട്ടിയിരിക്കുന്നവർ തന്നെ ഭയങ്കര ഗുണ്ടായിസുള്ളവർ നമ്മളറിയും. ഇവിടെ ബാക്കിൽ കെട്ടുന്നവർക്കൊക്കെ അല്ല, കാര്യമായിട്ട് പറയാം. ഇങ്ങനെ ബാക്കിൽ കെട്ടുന്നവർക്ക് ഭയങ്കര അഹങ്കാരികളെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഗുണ്ടായിസം കൂടുതലാണ്. അതുകൊണ്ട് ശ്രീനിധിക്ക് അങ്ങനെ ഉണ്ട്. ശ്രീനിധിയുടെ സംസാരത്തിൽ തന്നെ ഭയങ്കര ഞാനെന്തോ വലിയൊരു ആളാന്നുള്ളത്. ഞാൻ അത് പറഞ്ഞുതരാം. നിങ്ങൾ ക്യാപ്റ്റൻ അല്ലേ? ഞാൻ വെളിയിൽ വന്നു, അനുചേട്ടൻ കണ്ടോണ്ടിരിക്കുക. വെളിയിൽ വന്ന് പുള്ളിക്കാരി മൊബൈലിൽ എന്തോ ചെയ്തോണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു സുല്ലട്ടുണ്ടോ? മൈൻഡ് ചെയ്തില്ല. ഞാൻ പിന്നെ താക്കോൽ വെച്ച് ആ ടേബിളിൽ തട്ടിയപ്പോഴാണ് പുള്ളിക്കാരി നോക്കുന്നത്. അല്ലെങ്കിൽ അല്ലെന്ന് പറ. നിങ്ങൾ ക്യാമറ ചെക്ക് ചെയ്യാം. ഇപ്പൊ എനിക്കറിയത്തില്ല കമ്പനിയാണോ നല്ല വാട്സപ്പിൽ മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്ന കമ്പനി ഫോൺ ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾ ക്യാപ്റ്റൻ അല്ലേ ബ്രോ? ഞാൻ കള്ളം പറയാം ബ്രോ. ഞാനിവിടെ എത്ര അടുത്തായിരിക്കുന്നുണ്ട്. ഉദ്ഘാടനത്തിന്റെ പ്രോഗ്രാം തോല് അന്ന് തൊട്ട് സുല്ലേട്ടനായിട്ട് ബന്ധമുള്ളത് റിയാസ് ബ്രോ. വാട്സപ്പിൽ അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. നിങ്ങളിവിടെ ഫോൺ പേഴ്സണൽ കാര്യമാണ്, അതെനിക്കറിയാം. പക്ഷെ ഞാൻ നിങ്ങളെ സംസാരിച്ചപ്പോൾ നിങ്ങൾ കയറി വന്നത് എനിക്ക് അന്നേരം തന്നെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെട്ടില്ല. സീരിയസ്ലി പറയാം, ആറ്റിറ്റ്യൂഡ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് വളരെ മോശമാണ്. ഞാൻ സുല്ലേട്ടനോട് പറഞ്ഞോളാം, ഇങ്ങനെയുള്ള ആൾക്കാരെ ഇവിടെ വെച്ചാൽ കച്ചവടം നടക്കത്തില്ലെന്ന് പറയാം. അല്ല, എനിക്ക് നീ ആരോട് സംസാരിക്കേണ്ട കാര്യം, ഞാൻ പുള്ളിയോട് സംസാരിച്ചോളാം. മനസ്സിലായില്ലേ? അല്ല, ഞാൻ പറഞ്ഞോളാം, പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞോളാം. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ പുള്ളിക്കാർ ഇപ്പൊ സംസാരിച്ചതിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ അപ്പൊ പുള്ളിക്കാരൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. മൊബൈലിൽ ചെയ്തോണ്ടിരിക്കുക. ഞാൻ ആദ്യം ചോദിച്ചു സുല്ലേട്ടൻ എന്ത് ചെയ്യും, അപ്പം മൈൻഡ് ചെയ്തില്ല. പിന്നെ ഞാൻ തട്ടി, അനുചേട്ടൻ കണ്ടോണ്ടിരിക്കല്ലേ, തട്ടി മൊബൈൽ താക്കോൽ വെച്ച് ആ ടേബിളിൽ തട്ടിയപ്പോ പുള്ളിക്കാരി പിന്നെ അപ്പൊ ഒരു കസ്റ്റമർ വന്ന ഡീൽ ചെയ്യില്ലേ നിങ്ങൾ? കമ്പനിയുടെ കാര്യങ്ങൾ ഇയാള് തക്കാളിക്കോ ഇയാള് സവാളക്കോ ഓർഡർ കൊടുക്കും. ഞങ്ങൾ എന്താ വേണം? ടൊമാറ്റോക്ക് ഓർഡർ കൊടുക്കുന്നല്ലേ പറഞ്ഞത്? ഞാൻ ടൊമാറ്റോ ഞാൻ അങ്ങനെ കേട്ടത്. ഓൺലൈൻ അതൊക്കെ ആപ്പൊക്കെ എനിക്കറിയാം. അതല്ല, നിനക്കെന്നെ അറിയാലോ. ഞാനിവിടെ എത്രയോ പ്രാവശ്യം വന്നിരിക്കുന്നു. ഇൻസൾട്ട് ചെയ്തിട്ട് മര്യാദയില്ലേ? ഇപ്പൊ ഞാൻ ഇവരുടെ മുമ്പിലും ഇദ്ദേഹത്തിന്റെ മുമ്പിലും അവരുടെ വൈഫ് കൊണ്ട് അമ്മ ഇപ്പോണ്ട് ഇവരൊക്കെ മുമ്പിൽ ഇൻസൾട്ട് ആയില്ലേ? ഇപ്പൊ പുള്ളിക്കാരി ഇപ്പൊ നമ്മൾ സംസാരിച്ചതിനെക്കാട്ടിലും എനിക്ക് ഭയങ്കര ഹേർട്ട് ചെയ്ത് പുള്ളിക്കാരി സംസാരിച്ചത്. എനിക്ക് വന്നപ്പോ തന്നെ ഞാൻ ക്യാപ്റ്റന്റെ അടുത്ത് പറഞ്ഞതാ, പറയാൻ വേണ്ടിയിരുന്നതാ. വെളിയിൽ വന്നപ്പോൾ ഞാൻ സുല്ലേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിളിച്ചൊന്നുമില്ല. ഞാൻ എന്തിനാ വിളിക്കുന്നത്? ആദ്യം തൊട്ട് ഇവിടെ വന്നില്ലല്ലോ. ഇയാളെ ഇപ്പൊ ഇതിനകത്ത് ആരാ വിളിച്ചേ? ഇതിനകത്ത് ആരാ വിളിച്ചേ? ഇയാൾക്ക് അന്നേരം ഇഷ്യൂ നടന്നപ്പോ ഞാൻ വെളിയിൽ വന്ന് ചോദിച്ചപ്പോ മുതലാളി എന്തെന്ന് ചോദിച്ചപ്പോ ഇയാൾക്ക് എന്താ പറയാൻ ആക്കില്ലായിരുന്നു? അപ്പോഴേ എനിക്ക് ഇവിടെ ഒരു ഇഷ്യൂ നടക്കുന്ന കാര്യം ഞാൻ അറിയുന്നില്ല. ഇപ്പൊ പേര് ചോദിച്ചപ്പോ തന്നെ ഏത് രീതിയിലാണ് മറുപടി പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞു. പക്ഷെ അല്ല, എനിക്കും ഉണ്ട് ഇത് കണക്ക് ഒരുപാട് സ്റ്റാഫ്. നിങ്ങളെ ഒറ്റ ആള് കാണാണ് ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടായി. നീ ചിരിക്കണ്ട. നീ ഒറ്റയ്ക്ക് വരാൻ പറയട്ടെ. നീ വണ്ടിക്കകത്ത് കയറി അത് ആവശ്യമില്ലായിരുന്നു. ചുമ്മാതെ
ഇയാളെ അറിയിപ്പിക്കും, ഇയാളെ ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ പോവാ, ഇയാള് പോയിക്കോ. ഞാൻ മോശമായിട്ട് ഞാനൊന്നും ഇയാള് സംസാരിച്ചില്ല. പോയിക്കോ, ഞാൻ മുതലാളി സംസാരിച്ചോളാം. ആ മുതലാളി സംസാരിച്ചോ? ഞാൻ മോശമായിട്ട് ആരുടെ ഒന്നും പെരുമാറിയിട്ടില്ല. ഇയാളെ പോ. ഇയാളെന്താ പ്ലസ് ടു കഴിഞ്ഞാണോ? പ്ലസ് ടു കഴിഞ്ഞാണ്. ഡിഗ്രിക്ക് പോയില്ലല്ലേ? ഡിഗ്രിക്ക് കൂടെ പോയാലേ നാക്ക് എവിടെ പോയാലും പോയിക്കോ. എന്റെ നാക്കല്ലേ? പോയിക്കോ കുഴപ്പമില്ല. ഇങ്ങോ മോളെ, ഇത് മൂപ്പർ ചെറിയൊരു പണിയാണ് കേട്ടോ. ഇതൊക്കെ മാത്രമല്ല ഇവിടെ ഇദ്ദേഹത്തിന് ഒന്ന് ഇയാളെ മനസ്സിലായെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഒന്നുമല്ല, ഒരു മനസ്സിലായില്ല. ഒന്ന് ഇവിടെ ഒന്ന് കാണിച്ചു ഏകദേശം ഈ ടൈപ്പാണ് അവസാനം ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ കയ്യിൽ നിന്ന് പോകുന്ന ഞാൻ പിടിച്ചത് കേട്ടോ. പക്ഷെ അനീഷ് ആയതുകൊണ്ട് എന്തും പ്രതീക്ഷിക്കാം അല്ലേ ചന്ദ്ര? അനീഷ് ആയതുകൊണ്ടേ എന്തും പ്രതീക്ഷിക്കാം. അല്ല, എന്നെ അടിക്കണമെന്ന് തോന്നിയോ? അല്ല, പെട്ടെന്ന് ഇങ്ങനെ കയറി വന്നപ്പോ ഞാൻ എന്താണ് സംഭവം തക്കാളിക്കോ സവാളക്കോ കൊടുക്കാൻ പറഞ്ഞതുകൊണ്ടാ. എന്താ ഫീൽ ചെയ്തേ? ദേഷ്യം വന്നു കേട്ടോ. നിനക്ക് സത്യം കുറച്ച് മുമ്പ് സത്യം ഫീൽ ചെയ്തത് പ്രാങ്ക് അല്ലാന്ന് വിചാരിച്ചില്ലേ? എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കണ്ണ് നിറഞ്ഞ് നല്ലപോലെ ഇരിക്കുന്നു ഇപ്പൊ വീഴുതാണ്. അല്ല സത്യം ചേട്ടാ, സത്യസന്ധമായിട്ടാണ് അത് മുൻപ് ചോദിക്കട്ടെ, എന്താ ഫീൽ ചെയ്തത്? എനിക്കിത് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. എനിക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞപ്പോ എനിക്ക് ഏകദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ആദ്യം പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചാൽ ക്ഷമിക്കണം, ഞാനത് വേറെ പ്രോഡക്റ്റ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. ആണോ? അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്നാലും ഇയാളെ കാണിച്ച് ശരിയാണ്. ഒരു കടയിൽ കയറി പ്രോഡക്റ്റ് മോളെ സോറി കേട്ടോ. ഇത് നിന്നെ തന്നെ എയിം ചെയ്ത് കുറച്ചുകൂടെ ആയിരുന്നെങ്കിൽ നീ കരഞ്ഞാൽ ഉറപ്പാ. അവിടുന്ന് എൻ്റെ അടുത്ത് ചന്ദ്രൻ അമ്മ പറഞ്ഞു മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കേട്ടോ. സോറി കേട്ടോ. ഇനി ഈ ഫേസ് ഒരിക്കലും മറക്കല്ലേ കേട്ടോ. എവിടെ വെച്ചുണ്ടല്ലോ ഓടിക്കോളാൻ പറയണം എല്ലായിടത്തും. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്കിനി അല്ല തക്കാളി സവാള കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും ആ സമയത്ത് സ്പോട്ടിൽ എന്തെങ്കിലും വരണ്ടേ? അപ്പോൾ നമുക്കിനി ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഓപ്പണായിട്ട് 7 മാസം ആവത്തുള്ളൂ. ഞാൻ ഇവിടെ കയറിയിട്ട് 4 മാസം. സ്പൈസി എത്ര നാളായെന്നറിയോ? എത്ര ബ്രാഞ്ച് ഉണ്ടെന്നറിയോ? 7. പറഞ്ഞു കൊടുക്കല്ലേ. എത്ര വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്നറിയോ? ഇല്ല, അറിയില്ല. എന്നാ ഇത് വായിച്ചു. സിൻസ് 99 തുടങ്ങി കേട്ടോ. പിന്നെ ആര് ചോദിച്ചാലും പറയണം. താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ഫുഡും ഉണ്ടോ ഞങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത് ചെറിയൊരു പ്രാങ്ക്, ആരും പഞ്ഞിക്കിടല്, ആരും എന്നെ ഒന്നും ചീത്ത വിളിക്കില്ല. ഇനി നമ്മൾ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള കുറേ ഫുഡ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ എന്താ ഇരിക്കുന്നത്? എന്താ ബീഫ് വാരിയൽ കഴിക്കാറുണ്ടോ? ഇത് ഞാൻ സ്ഥിരം വരുമ്പോൾ ഇതാ കഴിക്കാറുള്ളത്. ഞാൻ ചന്ദന ഇവിടെ കൊണ്ടുവരാൻ കാരണം തന്നെ, ഇവിടുത്തെ ഈ സ്പൈസിയിൽ വെച്ചാക്കാൻ കാരണം തന്നെ ഇവിടുത്തെ ഫുഡ് അത്രയ്ക്ക് എന്താ പറയുക ടേസ്റ്റി ആണെന്ന് ചന്ദന എപ്പോഴും പറയാറുണ്ട്. എനിക്കും അറിയാം ടേസ്റ്റി ആണെന്നുള്ളത്. അസ്മിതയാണ് എന്നോടൊപ്പം ഉള്ളത്. റൈറ്റ് അസ്മിത? ओके, यू आर फ्रॉम नेपाल? कैसे केरला कैसे वर्कला कैसे? अच्छा है. कितना साल में आएगा? 2 साल हो गया. ओके ओके ओके. स्पाइसी में कितना दिन में? 40 days. ഓക്കെ ജസ്റ്റ്. അപ്പോൾ നമുക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി. മലയാളം അറിയാം, നേപ്പാളിൽ നിന്നാണ് വരുന്നത്. എങ്കിലും കുറച്ചൊക്കെ ഒന്ന് സംസാരിച്ചെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ സർവ് ചെയ്യാം. മലയാളം അറിയാമല്ലോ? തൊട മാലും. ഓക്കെ. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് സർവ് ചെയ്യാൻ അറിയത്തില്ല. അപ്പം അസ്മിത നമുക്ക് കുറച്ച് സെർവ് ചെയ്തെങ്കിലും നമ്മുടെ അതിഥി എന്ന് പറയുന്നത് ചന്ദന. അപ്പം ഞാൻ കുറച്ച് വിളമ്പി കൊടുത്തില്ലേ മോശമല്ലേ? ചന്ദനയ്ക്ക് പിന്നെ ഇവിടെ ഇത് വെക്കണം. എടുത്തോ, ഇതും കൂടെ വെച്ച് കഴിച്ചു നോക്കാം. ഇതെടുത്തോ. ഇത് കഴിച്ചു നോക്കാം. ആദ്യം കഴുകി എങ്ങനെയുണ്ടെന്ന് പറയട്ടെ. എനിക്ക് ഒഴിച്ചു തരാനാണോ? താങ്ക് യു. എനിക്കത് മാത്രം മതി. അപ്പോൾ ബീഫിൻ്റെ വാരിയൽ മന്തി നമ്മുടെ സ്പൈസിയിലെ സ്പെഷ്യൽ ഐറ്റമാണ്. ഞാൻ കഴിച്ചിട്ട് പറയാമല്ലേ? വായിന്ന് വെള്ളം ഓർമ്മ. കഴിക്കാം, ഒരുമിച്ച് കഴിക്കാം. നമ്മൾ ഇതിനകത്ത് മയോണൈസ് ഇട്ടിട്ടുണ്ട്. പിന്നെ അന്ന് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്തല്ലേ. പച്ചമുളക്, അതുപോലെ തന്നെ ക്യാരറ്റ്, സവാളയുണ്ട്, കുക്കുംബറുണ്ട്, ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊരു ചെറിയൊരു പീസ് ഇതാ. അത്രയ്ക്ക് സോഫ്റ്റാണ് കേട്ടോ അല്ലേ? നല്ല വെന്ത് ഡയറ്റാണെന്നല്ലേ പറഞ്ഞത്? ജ്യൂസി ആയിട്ടുണ്ടാ, നല്ല വെന്തിട്ടുണ്ട്. ഞാനത് ഇതും കൂടെ മിക്സ് ചെയ്ത് രക്ഷയില്ല കേട്ടോ അല്ലേ? ചന്ദന ഡയറ്റായിരുന്നു, ഡയറ്റൊക്കെ പോയി. പക്ഷേ സീരിയസ്ലി പറയുകയാണ്, സൂപ്പറായിട്ടുണ്ട്. കാര്യം ഇത് ചെറിയ സ്പൈസി ഉണ്ട്, ചെറിയൊരു എരിവുണ്ട്. പിന്നെ ഈ ചോറും ഇതും മയോണൈസും ഇട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പം
അടിപൊളി അല്ലേ? ഒരു അടാർ ഐറ്റം. മുകേഷ് ഏട്ടൻ പറയുന്ന പോലെ അടാർ ഐറ്റം അല്ലേ? എൻ്റെ കൂട്ടത്തിൽ ഒരു പാട്ട് കൂടെ ആയിക്കോട്ടെ. ഭക്ഷണത്തിന് മുമ്പിൽ സംസാരിച്ചുകൂടാ, എങ്കിലും ഒരു പാട്ട് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. चांद की चिड़िया कहलाल के रात मेरे साथ आओ न आओ മോഹമുന്തിരി വാറ്റിയ രാവ് സ്നേഹരതിയുടെ രാസനിലാവ് ഹൃദയരാഗം ചിറകിൽ വിരിയും മധുരവീഞ്ഞിൽ ശലഭം വരവായി അടട പയ്യ അഴകിതയ്യ ഉടലിലൊന്നായൊഴുകാൻ ഒരു കുറിവാ. എല്ലാം പോയി കയ്യിൽ നിന്ന് പോയി. പുള്ളിക്കാരിയുടെ ഫ്രണ്ടിൽ ഈ ബീഫ് ഇങ്ങനെ വാരയിൽ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, പാട്ട് മതി വരാന്. അപ്പോഴത്തെ ഇതീ നോക്കുന്നുണ്ട്, പാടുന്നുണ്ട്. ശരി, എന്നാ നമുക്ക് കഴിച്ചുകൊണ്ട് തന്നെ വൈൻഡപ്പ് ചെയ്യല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ആങ്കർ വ്ളോഗ്. എൻ്റെ ഈ പേജ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ കയറുക, സബ്സ്ക്രൈബ് ചെയ്യുക, പേജിൽ കയറിയിട്ട് ഫോളോ ചെയ്യുക. വിലപ്പെട്ട കമൻറ്റ്സ് നല്ല പാട്ടാണെങ്കിൽ അല്ലെങ്കിലും കറക്റ്റായിട്ട് ഇടുക. പാട്ട് കൊള്ളില്ലേ അങ്ങനെ തന്നെ പറയുക. എൻ്റെ വ്ളോഗിങ് കൊള്ളില്ലെങ്കിൽ അങ്ങനെ തന്നെ പറയുക. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയുക. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ സ്പൈസിയുടെ നമ്പർ ഞാൻ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിച്ച് കോൺടാക്ട് ചെയ്യാം. 12 മണി വരെയാണ് ഇവിടുത്തെ ടൈമിംഗ്. രാവിലെ 12 മണി തൊട്ട് രാത്രി 12 വരെ അല്ലേ? എല്ലാ ദിവസവും വരാറുണ്ട്. ഇന്നലെ വന്നിരുന്നു. അപ്പൊ ഇനി എന്താ പറയാനുള്ളത് നമ്മുടെ സ്പൈസിയെ കുറിച്ച്? എന്താ പറയാനുള്ളത്? സ്പൈസിയിൽ എല്ലാവരും വരണം. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണം. അതുപോലെ എൻ്റെ പേജ് അനീഷന്റെ വ്ലോഗ്. അതെന്താ നീ പയ്യെ പറയുന്നത്? ഞാൻ മറന്നു. പറ, എൻ്റെ പേജ് ഏതാ? എൻ്റെ പേജ് ഏതാ? യൂട്യൂബ് ചാനൽ എല്ലാവരും ഏതാ യൂട്യൂബ് ചാനൽ ഏതാ? ആങ്കർ അത് ഉറക്കം പറ. ആങ്കർ വ്ലോഗ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. അപ്പം ഇനി അടുത്തൊരു ചെറിയൊരു പറ്റിക്കലോട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ്. ചന്ദ്രൻ നായർ, അനീഷ് ഖാൻ.